അല്ല കുട്ടേട്ടാ, യൂസഫ് അലി പെണ്ണുങ്ങളെ ഡൈവേഴ്സ് ആക്കി എന്ന് പറഞ്ഞിട്ടു. ഞാനും കേട്ടു. അല്ല, ഓനിപ്പത്തി രണ്ടാമത്തല്ലേ, ഓൻ തന്നെ പണി വേറെ പണിയൊന്നും. അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകും. കുട്ടിയുടെ നിങ്ങൾ അങ്ങനെ ഈ തോന്നിയസത്തിലൊന്നും ന്യായീകരിക്കതല്ലേ. നമ്മളിവിടെ ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ട് തെണ്ടി തിരിഞ്ഞാണ്. അതിൻ്റെ നിങ്ങൾ ഇങ്ങനത്തെ ഓർക്കുമ്പോൾ അത്ര ഇനിയിപ്പോഴേ അതിന് വേണ്ടിയിട്ട് നമ്മൾ തമ്മിൽ തല്ലുകൂടണ്ട. ആ കുരിപ്പ് അതായിരിക്കണം. ഓനോട് തന്നെ ചോദിച്ചു. അല്ല യൂസഫ് അലിയെ, എന്തിത്താ ചങ്ങായി എന്താണ്? അല്ല ഇജ പെണ്ണുങ്ങളെ പിന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞു കേട്ടോ, സംഭവം സത്യമാണോ? സത്യമാണ്. അതിനെന്താ? ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് എൻ്റെ പെണ്ണ് കിട്ടാപ്പോൾ യാതൊരു വിധം നിവൃത്തിയില്ല. എന്നിട്ടാണ് പിന്നെ 4-5 കെട്ടലും കാര്യം തീർക്കലും. ആണക്കെന്താ തലക്ക് സുഖല്ലേ? എൻ്റെ തലക്കൊരു അസുഖമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ ഏതൊരു പുരുഷൻ്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്നുള്ളത്? ഞാനിതുവരെ വിജയിച്ചുക്കണോ? ഇല്ല, അതില്ല. അല്ല ചങ്ങായ, അതും ഈ എൻ്റെ ഈ ഉലക്കത്തെ പരിപാടി തമ്മിൽ എന്താ ബന്ധം? മനസ്സാ, ഞാനിതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. എന്താ അതിൻ്റെ കാരണം? എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ നിൽക്കേണ്ട പെണ്ണ് ഇവളല്ല, അത് ഏതൊരു പെണ്ണാണ് അതിനെ തപ്പിക്കൊണ്ട് നടക്കുന്നത്. അതുവരെ നമ്മൾ കെട്ടിക്കൊണ്ട് നിൽക്കും. ഓൻ കിയാം നാൾ വരെ കെട്ടിയാലും രക്ഷപ്പെട്ടിട്ട് ഓൻ കെട്ടൽ നിർത്തൂല. നിങ്ങളുടെ വന്നാണി.